നെയിൽ നദി പുളഞ്ഞ് പാഞ്ഞ് കളിക്കണ നഫീസത്ത് ബിവിയുടെ നാട്ടിലെ കിസ പറഞ്ഞിടട്ടെ പൊന്ന് വിളയുന്ന മിശ്രെന്ന നാട്ടിലെ വീട്ടിലിരിക്കണ പെണ്ണുങ്ങൾക്ക് കാട്ടുമാനിൻ കണ്ണാണ്. സേലം വെത്തില തിന്ന് ചുവക്കണ തത്തൻ ചുണ്ടൻ പൂവാണ്. അണിയുമ്പോൾ കണിയൊത്ത കോത്ത ചക്കരമാല മണിമാറിൽ മധുരിപ്പൻ മാറിലായി. കനകപ്പൂവളയിട്ട കൈയും കണ്ണും വീശി നടക്കുന്നുണ്ടവർ ബഹു ജോറിലായി. നെയിൽ നദി പുളഞ്ഞ് പാഞ്ഞ് കളിക്കണ. അസ്സലാമലൈക്കും. എന്തിൻ്റെ സുഖം തന്നെയാണോ? മന്ന അറാദ ഫള സലാത്തുൽ ലൈൽ ഫലാ യഹ്സിബിന്നാർ. മന്ന അറാദ ഫള സലാത്തുൽ ലൈൽ ഫലാ യഹ്സിബിന്നാർ. അതായത് പകൽ തെറ്റ് ചെയ്യാതിരുന്നൊരു മനുഷ്യന് രാത്രി നിസ്കരിച്ചതിൻ്റെ കൂലിയാണെന്നാണ് പറയുന്നത്. നമസ്കരിച്ചതിൻ്റെ കൂലിയാണ്. സുബ്ഹാനല്ലാഹ്. ഞാൻ നിങ്ങൾക്കെല്ലാം ഓർമ്മ ഉണ്ടോയെന്നറിയില്ല, നമ്മളെ സീതി ഉപ്പാപ്പൻ്റെ കുറച്ച് കാര്യം പറയാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. മാഷാ അല്ലാഹ്. സീതി ഉപ്പാപ്പനെ ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. സീതി ഉപ്പാപ്പ 70-80 വയസ്സിലാണെന്ന് തോന്നുന്നു. ആ സമയത്ത് ഉപ്പാപ്പക്ക് അത്ര വയസ്സുണ്ടാവും. ആ സമയത്ത് ബടിയും കുത്തിയിട്ട് മൗവഞ്ചേരി പള്ളിയിൽ സുബ്ഹി നിസ്കരിച്ചിട്ട് വരുന്നത് ഞാൻ പല പ്രാവശ്യവും കണ്ടിട്ടുണ്ട്. ഞാൻ സുബ്ഹാനല്ലാഹ്. പഠിച്ചോ നമ്മളെല്ലാം കാക്കട്ട്. ഈ സീതി ഉപ്പാപ്പൻ്റെ കുറച്ച് കാര്യം പറയണമെന്ന് ചോദിച്ചു. അതായത് സീതി ഉപ്പാപ്പൻ്റെ കാര്യം പറയുന്നതിന് മുമ്പ് 2 വാക്ക് ഞാൻ പറയട്ടെ. എന്തായെന്ന് പറഞ്ഞാൽ, ഒരു കടക്കാരെ ഒരു പണിക്കാരനെ പണിക്ക് വെച്ച്. ആ പണിക്കാരൻ്റെ പേര് അസൈനാർ എന്നാണ്. കടക്കാരന് നിസ്കരിക്കുന്ന ഒരു സ്വഭാവമുണ്ട്, അസൈനാറിന് കക്കുന്ന സ്വഭാവമുണ്ട്. ആ സമയത്താണ് ബാങ്ക് വിളി കേൾക്കുന്നത്, അസറിൻ്റെ ബാങ്ക് കൊടുക്കുന്നു. എന്നേരം ഈ കടൻ്റെ മുതലാളി പറയുക, പടച്ചോനെ അസർ നിസ്കരിക്കണോ അസൈനാറിയും നോക്കണമല്ല അള്ളാന്ന്. അസർ നിസ്കരിക്കണോ അസൈനാറിയും നോക്കണമല്ല അള്ളാന്ന് എന്ന് പറഞ്ഞതുപോലെയാണ്. അതാ സീതി പാപ്പൻ്റെ കാര്യം പറയുമ്പോൾ എനിക്ക് എന്തോന്ന് ഓർമ്മ വന്നു. അതായത് കുറേ ആൾ മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ് ജമാഅത്ത്, സുന്നി, നമ്മൾ സുന്നി എന്നെല്ലാം പറഞ്ഞിട്ട് കളിക്കുന്നു. എന്നേരാണ് ഞാനീ പറയുന്നത് അസർ നിസ്കരിക്കണോ അസൈനാറിയും നോക്കണോ എന്ന് പറഞ്ഞ പോലത്തെ ഒരവസ്ഥയിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതായത് മുജാഹിദ് വന്നിട്ട് പറയുമ്പോൾ നമുക്കത് കുറേ ശരിയായിട്ട് തോന്നുന്നു, സുന്നി പറയുമ്പോൾ വേറെ ശരിയായിട്ട് തോന്നുന്നു. പഠിച്ചോ നമ്മളെല്ലാം കാക്കട്ടെ, നമുക്കെല്ലാം റബ്ബ് സ്വർഗം തരട്ടെ, ഹിദായത്തുണ്ടെങ്കിലല്ലേ സ്വർഗ്ഗമെല്ലാം കിട്ടും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളെ സീതി ഉപ്പാപ്പ നമ്മളെ പെങ്ങളെ കല്യാണത്തിന് ഒരു 5-8 മാസം മുമ്പ്, പെങ്ങളെ കല്യാണത്തിൻ്റെ 5-8 മാസം മുമ്പ് നമ്മൾ ജ്യേഷ്ഠൻ നാട് വിട്ട് പോയി കളഞ്ഞ്. ആ ബേജാർ ഇങ്ങനെ ഉണ്ട്, ജ്യേഷ്ഠൻ ഇല്ലല്ലോ കല്യാണത്തിന് എന്നുള്ള ബേജാർ പെങ്ങൾക്കുണ്ട്. ഞങ്ങളെ പെങ്ങളെ കല്യാണം കഴിയുന്നതിൻ്റെ 1 വർഷം മുമ്പ് കുടുംബത്തിൽ ഒരു പെണ്ണ് ഗർഭിണി ആയിരിക്കെ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ അവൾ എല്ലാവരും ശരീരത്തിൽ കൂടുന്ന ഒരു സമയമായിരുന്നു ആ സമയം. ഇതൊന്നും നമ്മളെ ഇപ്പോഴത്തെ മക്കൾക്ക് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല. അങ്ങനെ കല്യാണത്തിൻ്റെ തലേന്ന് ദിവസം ഞങ്ങളെ പെങ്ങൾക്ക് സുഖയിലുണ്ടായി. അങ്ങനെ സീതി ഉപ്പാപ്പനെ കൂട്ടിക്കൊണ്ടാന്ന് വന്ന്, അങ്ങനെ സീതി ഉപ്പാപ്പ ഓതി മന്ത്രിച്ച് സമയത്ത് പറയാൻ തുടങ്ങി, പെങ്ങൾ പറയാൻ തുടങ്ങി, ഞാൻ പോയിക്കോളാം. എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ നടന്നൊരു സംഭവമാണ്. ഫുള്ള് ലൈറ്റെല്ലാം ഉണ്ട്, കല്യാണത്തിൻ്റെ തലേന്ന് ഫുള്ള് ലൈറ്റെല്ലാം ഇട്ടിട്ടുണ്ടാവുമല്ലോ. അങ്ങനെ അടുക്കളപ്പുറത്ത്, വീട്ടിൻ്റെ ബാക്ക് ഭാഗത്തൂടെ നടന്ന്, അടുക്കളപ്പുറത്ത് ഇവിടെ നടന്ന് ഇടത് ഭാഗത്ത് പോയി ഒരു തെങ്ങിൻ്റെ
കുണ്ടക്ക് വീണുപോയി. വീണ് വെള്ളം തെളിച്ച സമയത്ത് ബോധം വന്ന് ബോധത്തിലായി, നോർമലായി, പെങ്ങൾ ഷാഹിദിയായി. ഓക്കെ, ഇതെൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ കണ്ടൊരു സംഭവമായത്. അതേപോലെ തന്നെ എൻ്റെ ഇളയമ്മക്ക് ഒരു ഖദീജ എന്ന് പറഞ്ഞൊരു ഇളയമ്മ ഉണ്ട്. നമ്മളെല്ലാം കയ്യാമെന്നാണ് വിളിക്കൽ. ഇളയമ്മക്ക് ഇതേപോലെ തന്നെ വരുന്ന വഴിക്കുന്ന് കൂടി, ചെകുത്താൻ കൂടി എന്നാണ് ഞങ്ങളൊക്കെ അന്ന് ചെറുപ്പത്തിൽ പറയാം. അങ്ങനെ വന്ന് വീട്ടിലെത്തിയ സമയത്ത് കയ്യും കാലെല്ലാം ഇട്ട് അടിക്കാൻ തുടങ്ങി. വായിൽ നിന്ന് ഒരകളെല്ലാം വരാൻ തുടങ്ങി. അങ്ങനെ സീതി ഉപ്പാപ്പനെ കൂട്ടിക്കൊണ്ടാന്ന് സീതി ഉപ്പാപ്പ എന്തെല്ലോ മന്ത്രിച്ച് ചെല്ലി ഒരു വടിയെടുത്തിട്ട് ചെറുങ്ങനെ അടിക്കാനെല്ലാം തുടങ്ങി. എന്നാലും പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ സീതി ഉപ്പാപ്പ പറഞ്ഞ് നീ പോകുന്നത് കാണിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മൾ ചെറിയ മക്കൾ, നമ്മളെല്ലാം ഇങ്ങനെ ആകാംക്ഷയോടെ, അന്ന് കിണ്ടിയുണ്ട്, പിന്നെ നിസ്കരിക്കുന്ന ഒരു തറയുണ്ട്, കനാത്ര എന്ന് പറയും. അവിടെ ഇരുന്നിട്ട് നമ്മളെല്ലാം ഇങ്ങനെ നോക്കുന്ന സമയത്ത് സീതി ഉപ്പാപ്പ പറഞ്ഞ് ഒരു കിണ്ടിയിൽ വെള്ളം എടുത്ത് കൊണ്ടുവന്ന് വെക്കുമെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് വെച്ച്. അങ്ങനെ ഞങ്ങളെല്ലാം ദൂരത്ത് നിന്ന് ഇങ്ങനെ നോക്കുക, നമ്മൾ കുട്ടികളെല്ലാവരും ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഒരാൾ ഫുട്ബോൾ ചവിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ കിണ്ടി ഇങ്ങനെ പോയി മറിഞ്ഞ് പോയിട്ട് അങ്ങ് പോവില്ലേ, അങ്ങ് തെറിച്ചങ്ങ് പോവില്ലേ, അതേപോലെ തെറിച്ചു പോയി. ആരും ചവിട്ടിയതല്ല, ആരും ഒന്നും ചെയ്തതല്ല, തെറിച്ചു പോയി. അത് തെറിച്ചു പോകുന്നതോടുകൂടി നമ്മളെ ഇളമ്മക്ക് സുഖമായി. ഈ രണ്ട് സംഭവം സീതി ഉപ്പാപ്പാൻ്റെ എൻ്റെ കണ്ണി കണ്ടതാണ് ഞാൻ. പിന്നെ ഞാനൊന്ന് വേറൊന്ന് കണ്ടു. നമ്മളെ മാമ്പപ്പള്ളി ചെയ്തവർ വഴി പോകും എന്നൊക്കെ ഇങ്ങനെ ഉമ്മമാരെല്ലാം പറയുന്ന കേട്ടിരുന്നു. അതിൽ നമ്മളെ ഉമ്മാൻ്റെ ഉമ്മ, നമ്മൾ ആറ്റോമ്മ എന്നാണ് വിളിക്കൽ. ആറ്റോമ്മ മരിക്കുന്നതിന് മുമ്പ് ഉമ്മാനോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞിട്ടുള്ളത്? അതായത് ഈ ചെയ്താവർ വീട്ടിൽ ഒരു ദൂരത്തിലുള്ളൊരു ബന്ധത്തിൽപ്പെട്ടതാണ്. അങ്ങനെ വീട്ടിൽ കല്യാണത്തിന് എത്തിപ്പെട്ടിട്ടുണ്ട് നമ്മൾ ആറ്റോമ്മ. എത്തിയ സമയത്ത് അവിടുത്തെ ഉമ്മ പറഞ്ഞിട്ടുണ്ട്, അതായത് ഈ ചെയ്തായവരെ ഉമ്മ പറഞ്ഞിന്, ഞങ്ങളൊരു റൂമിൽ എപ്പോഴും ഷഹീദായവർ, ഒരു പേരെനിക്ക് കിട്ടുന്നില്ല, ഒരു മനുഷ്യൻ എപ്പം വന്നിട്ട് കിടക്കുമ്പോൾ എങ്ങനെ പിരിച്ചു വെക്കുന്നുണ്ട് അതേപോലെ ഞങ്ങളിവിടെ പിരിച്ചു വെക്കൂ. അപ്പോൾ തിങ്കളാഴ്ച ദിവസവും വ്യാഴാഴ്ച ദിവസവും പിരിച്ചു വെക്കും. കാലത്ത് നോക്കുമ്പോൾ ഒരാൾ എഴുന്നേറ്റ് പോയ പോലത്തെ ഒരാൾ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബെഡ്ഷീറ്റ് എങ്ങനെ ഉണ്ടാകുക അങ്ങനെ ഉണ്ടാകും. അത് എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ച ഞങ്ങൾ ചെയ്യലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മാമ്പപ്പള്ളിയിലെ ഷെയ്ദായവർ ഇങ്ങനെ പോക്ക് വരവുണ്ട് എന്ന് പറയുന്നത് കേട്ടതുണ്ടല്ലോ ഞാൻ. അങ്ങനെ ഒരു ദിവസം ഞങ്ങളെ ഉപ്പാപ്പാൻ്റെ വീട്ടിൽ, താഴത്തെ വീട്ടിൽ ഞാനിങ്ങനെ കനാത്രൻ്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഒരു രാത്രി 1 മണിയായിട്ടുണ്ടാവും. തിങ്കളാഴ്ച ദിവസമായിരിക്കുമോ. അത് ചെറുപ്പത്തിലാണ്, ഒരു 15-16 വയസ്സിലെന്തോ ആണെന്ന് എനിക്ക് തോന്നുന്നു. ബാംഗ്ലൂരൊക്കെ പോയിട്ട് വന്ന സമയത്താണ്. സുബ്ഹാനല്ലാഹ്, ഒരു കുതിര കുളമ്പടി ഞാനിങ്ങനെ കേട്ടിട്ട് ഞാൻ ഓടി റോട്ടിലേക്ക്. ഒരു കുതിരക്കുളമ്പടി എങ്ങനെ പോകുന്നുണ്ടാവോ അങ്ങനെ അത് പോയിട്ടുണ്ട്. അപ്പോൾ ഞാനെന്തിനാ അസ്ർ നിസ്കരിക്കണോ അസീനാറി നോക്കണമെന്ന് പറഞ്ഞത് എന്തിനാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതാ ഞാൻ പറഞ്ഞത്, മുജാഹിദുകൾ അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു പലതും. പക്ഷെ എൻ്റെ കണ്ണിനെ കൊണ്ട് കണ്ടതും ഒരു സംഭവങ്ങളാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വിവരിച്ചത്. അല്ലാ, ഇങ്ങനത്തെ എല്ലാ കഥകൾ. മാമ്പപ്പള്ളിയിലെ ഷെയ്ദാവരെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അസ്സലാമു അലൈക്കും. വേറെ ഒന്നും ഇനി പറയാനുള്ള. അസ്സലാമു അലൈക്കും.